കേരളത്തിൽ നിന്ന് സർക്കസുകാർ വന്നു ഇവിടെ സർക്കസ് നടത്തി. ഇപ്പം അവിടെ ഒരു ഗാർഡൻ കണ്ടോ വലിയ. അപ്പം ആ മലയാളി പെണ്ണായിരുന്നു കമല എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരൻ മോളിൽ നിന്ന് താഴെ വീണ് മരിച്ചുപോയി. മരിച്ചു പോയോണ്ട് ആ ഗാർഡന് കമലാബാഗ് എന്ന് പേരിട്ടു. കമലാബാഗ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് മഹാത്മാഗാന്ധി ജനിച്ചു വളർന്ന കീർത്തി മന്ദിറിന്റെ മുന്നിലാണ്. ജനിച്ചു വളർന്ന വീടാണിത്. ഗാന്ധിജി ഓടിക്കളിച്ച് വളർന്ന മുറ്റവും വീടും മ്യൂസിയം. ഒത്തിരി ഫോട്ടോസ് ഒക്കെ ഉണ്ട്, ഗാന്ധിജിയുടെ ചെറുപ്പത്തിലെ ഫോട്ടോസും. ഇത് ഗാന്ധിജി 7 വയസ്സുള്ളപ്പോഴത്തെ ഫോട്ടോയാ, ചെറുപ്പത്തിലത്തെ ഫോട്ടോ. ഇത് ഗാന്ധിജിയും ഗാന്ധിജിയുടെ സഹോദരനും. ഇത് ലോ സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ ഉള്ള ഫോട്ടോയല്ലോ, പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള ലണ്ടനിൽ. ഇത് സൗത്ത് ആഫ്രിക്കയിൽ പോയപ്പോൾ ഉള്ളത്. ഇത് കസ്തൂർബ ഗാന്ധി ഗാന്ധിജിയും കൂടെ ഉള്ളത്. 1913 1914 ഗാന്ധിജി ഇന്ത്യയിൽ എത്തുന്നത്. അത് സോഷ്യലി പഠിച്ച സാധനം. ഇന്ദിരാഗാന്ധിയുടെ കൂടെ ഇന്ദിരാഗാന്ധിക്ക് 6 വയസ്സുള്ളപ്പോൾ ഉള്ള ഫോട്ടോ ഇന്ദിരാഗാന്ധിയുടെ കൂടെ. ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഡണ്ടി മാർച്ചിലെ 6th ഏപ്രിൽ. അത് പശുക്കുട്ടിയെ പിടിച്ചോണ്ട് രവീന്ദ്രനാഥ ടാഗോർ വെൽക്കം ഗാന്ധിജി ആൻഡ് കസ്തൂർബ. അത് ഗാന്ധിജി മരിച്ചു കഴിഞ്ഞിട്ടുള്ളായിരുന്നു അല്ലേ? ഫാദർ ഓഫ് നേഷൻ. കണ്ണാടിയും പുസ്തകവും. ബർത്ത് പ്ലേസ് ഓഫ് മഹാത്മാഗാന്ധി. നമുക്ക് അകത്തോട്ട് പോവാം. ഇതിനകത്തേക്ക് കയറിയപ്പോൾ ഒരു തണുപ്പ്, തറയ്ക്കൊക്കെ നല്ല തണുപ്പ്. പക്ഷെ വെയിലടിക്കുന്നതാണ് നല്ല തണുപ്പ്. ഇവിടെ ഗാന്ധിജി ജനിച്ചു വീണ സ്ഥലം എന്ന് പറഞ്ഞത്. ഇതാ ഗാന്ധിജി ജനിച്ചു വീണ സ്ഥലം എന്ന് പറഞ്ഞത്. ഇത് ഗാന്ധിജിയുടെ അമ്മ പുത്തലിബായി. ഇത് അച്ഛൻ കരംചന്ദ് ഗാന്ധി, കരംചന്ദ് ഉത്തംചന്ദ് ഗാന്ധി. പുത്തലിബായിയുടെയും കരംചന്ദ് ഗാന്ധിയുടെയും 4ാമത്തെ മകനായിട്ട് ഇവിടെ ജനിച്ചു വീണു. അതല്ലേ ഉപയോഗിച്ച ചർക്കയാന്ന്. ഇത് അന്നൊക്കെ ഉപയോഗിച്ച പാത്രങ്ങളൊക്കെയാ. കസ്തൂർബ ഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ അസ്ഥി ഒഴുക്കുന്നതായിരിക്കും പോർബന്ദറിലെ സമുദ്രത്തിൽ. നമ്മളിപ്പോൾ കീർത്തി മന്ദിറിലാണ് നിൽക്കുന്നത്. ഇവിടെ കയറുന്നതിന് യാതൊരു ഫീസും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. ഫോട്ടോ എടുക്കുന്നതിന് ഒന്നും. കാണുക, ഫോട്ടോ എടുക്കുകയോ വീഡിയോ എടുക്കുകയോ ഒക്കെ ചെയ്യാം. ഒരു നിയന്ത്രണവും ഇല്ല. കസ്തൂർബ ഗാന്ധി സ്മാരക. ഇതാ കസ്തൂർബ ഗാന്ധിയുടെ വീട്. ഇത് പോർബന്ദറിലെ ഒരു മന്ദിറാണ്. ഇവിടെ വരുന്നവരിങ്ങനെ ഇതിനകത്തൂടെ നടന്നു വേണം അകത്തേക്ക് കയറാൻ. അത് ഇവിടുത്തെ ഒരു ആചാരമാണ്. കുറേ ഉണ്ട് ഇതിനകത്തൂടെ നടക്കാൻ. മുത്ത് കുറേ നേരമായി നടക്കാൻ തുടങ്ങിയിട്ട്. ഇനി എത്തിയിട്ടില്ല. ഇവിടുന്ന് കയറി നടക്കണം, അപ്പുറം ഇറങ്ങും. ചിലര് ഏണ്ടൊക്കെ ജപിച്ചോണ്ടാക്കി ഇതുവഴി ഇങ്ങനെ കടന്നാണ്. ചില ചുമ്മാ കളിച്ചു തിരിച്ച് നടക്കുന്നതാണ്. എന്നാന്ന് മനസ്സിലായില്ല. ഇത് കൃഷ്ണന്റെയും കുചേലന്റെയും ഒക്കെ അമ്പലം. അവരുടെ അകത്ത് കൃഷ്ണന്റെയും കുചേലന്റെയും പിന്നെ ഒരു ദേവിയും കൂടെയാണ്. എനിക്ക് തോന്നുന്നു രാധയാണെന്ന് തോന്നുന്നു. രാധയില്ലേ? ആണെന്ന് തോന്നുന്നു. ആ 3 പേരെ പ്രതിഷ്ഠയുണ്ട് അവിടെ. ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. കീർത്തി മന്ദിരമൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വന്ന് ഫുഡ് കഴിക്കാനായിട്ട് കയറുക.
ഇപ്പം സമയം 5 മണി കഴിഞ്ഞു കേട്ടോ, സന്ധ്യ ആറായി. ഇപ്പോഴാണ് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുന്നത്. റൈസും ഇതിൻ്റെ ഫ്രൈഡ് റൈസ്, പാംലെറ്റും അത് പ്രോൺസും, 2 വൈറ്റ് റൈസും 1 എഗ് ഫ്രൈഡ് റൈസും മേടിച്ചു. നല്ല കുഴപ്പമില്ല, നല്ല കറി കുഴപ്പമില്ല. ഞാൻ പ്രതീക്ഷിച്ചാലും നല്ല ഗുജറാത്തി കറി നോൺ വെജ് കഴിക്കുന്നത് ഇപ്പോഴാണ്. ഫിഷ് ഐറ്റം നല്ല ഫ്രഷായിട്ടുള്ള ഫിഷൊക്കെ കിട്ടും ഇവിടെ. ഗുജറാത്തിലെ തെരുവാണിത്, പോർബന്ദറിലെ ഇതാ കഴിക്കാൻ കയറിയ ഹോട്ടലാണിത്, നാഷണൽ റെസ്റ്റോറൻറ്റ്. ഇനി നമുക്ക് വണ്ടിയുടെ അടുത്തോട്ട് പോയാലോ, പോയേക്കാം. ഓട്ടോക്കാരൻ വരുന്നുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ യാത്രയുടെ 8ാം ദിവസമാണിന്ന്. നമ്മളിപ്പോൾ പോർബന്തറിലാണുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഗാന്ധിജിയുടെ വീട്ടിലൊക്കെ പോയിട്ട് വന്നിട്ട് ഈ ഹോട്ടലിൽ തന്നെ തങ്ങി. ഇന്ന് ലോഡാകുമെന്നൊക്കെ നോക്കി ഞങ്ങൾ, പക്ഷേ ഇന്നിപ്പോൾ ലോഡൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ രാജ്കോട്ടിന് പോകണം. ഇനി അവിടുന്ന് ഒരു മലയാളിയുടെ പാർട്ടി ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇനി അവിടുന്ന് ലോഡാകുമെന്ന് നോക്കണം. അപ്പം നമുക്കിന്ന് പോയേക്കാം ഇവിടുന്നല്ലേ, തൽക്കാലം പോർബന്തറിനോട് വിടാം, രാജ്കോട്ടിന് പോവാം. വണ്ടി ഓടിക്കാൻ എങ്ങനെയുണ്ട്? അല്ലെങ്കിൽ പേടിക്കണം, ലോഡ് വണ്ടി ഓടിക്കാനാ ബുദ്ധിമുട്ട്. ഭയങ്കര കുലുക്കവും ഒക്കെയാ. ലോഡ് വണ്ടിക്ക് അത്ര ഒരു പ്രശ്നമില്ല. ലോഡ് വണ്ടി പതുക്കെ മൂവായി അങ്ങനെയൊക്കെയുള്ള കുഴപ്പമുള്ളൂ. പക്ഷെ ഓടിക്കാൻ സുഖം ലോഡിങ് വണ്ടിയാണ്. കിടന്നുറങ്ങാനും ഒക്കെ. നിൽക്കുന്നുണ്ടോ? അതുണ്ടോ? പശു ഒരെണ്ണം ചത്ത് കിടക്കാന്നല്ലേ? ഇതമ്മ ഒട്ടോ അല്ലേ? ഇവിടെ ഒരു വണ്ടി ഓടിക്കുന്ന കാണണമെന്നും പറഞ്ഞോണ്ട് അവനോട് ഉണ്ട്. ആ പോലീസുകാരനോട് ഇപ്പൊ ആണ്ടെ ഓണടിച്ച് ആണ്ട നിൽക്കുന്നു. കാറായിരുന്നു ആൾക്കാർ നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊന്നും അല്ലത് വെളിന്നുള്ള ലുക്കേ കാണത്തുള്ളൂ. മറ്റേ ഒരാളെ ക്ലീനിങ്ങിന് ആളെ നിർത്തിയാലേ ടോയ്ലറ്റ് വൃത്തിയായിട്ട് നടക്കത്തുള്ളൂ. നമ്മൾ ആന്ധ്രയിൽ കൂടെ വന്നപ്പോൾ അവിടെയൊക്കെ കുറെ ടോയ്ലറ്റുകളെല്ലാം അങ്ങനെ. ഇതുണ്ടോ ഒരു 6 വീല് ടിപ്പറിൽ കയറ്റിയേക്കുന്ന ലോഡ് കണ്ടോ? ടയർ പഞ്ചറായി. നമ്മുടെ അവിടെ ടിപ്പറിൻ്റെ ബോഡിക്കകത്ത് ലോഡ് കയറ്റിയാൽ ഓവർലോഡും പ്രശ്നങ്ങളാണ്. ഇവിടെ ആ ടിപ്പറിൻ്റെ ബോഡിയുടെ അത്രയൊന്നും കൂടെ ലോഡ് കയറ്റിയേക്കുന്നത്. മണലൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഈ ആറ്റുമണലൊക്കെ ഇവിടെ എടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടായിരുന്നു, പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എല്ലാം ഒരു പ്രശ്നമില്ല. അപ്പോൾ ആ 6 വീല് വണ്ടിയാണ്, 10 ടണ്ണ് കയറ്റാൻ പെർമിറ്റുള്ള വണ്ടിയാണ്. അതായത് എത്ര ടണ്ണ് ഉണ്ടാവും? എനിക്കൊന്നും ഒരു 30-35 ടണ്ണെങ്കിലും ലോഡ് ഉണ്ടാവും. ഓടിക്കും ടിപ്പറുകാരെ എന്ന്
അതെ, ഓടിക്കകത്ത് പോലും ലോഡ് കയറ്റിക്കൊണ്ട് പോകാൻ പഠിക്കുക എല്ലായിടത്തും. നമ്മളിപ്പോ രാജ്കോട്ടിലേക്ക് പോകുന്ന വഴിക്കാട്ടോ, ഹൈവേയുടെ സൈഡിൽ ഒരു അമ്പലത്തിന്റെ കവാടം കണ്ടുകൊണ്ട് നിർത്തിയതാ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഏതാ അമ്പലം എന്നൊന്നും അറിയത്തില്ല, ഹനുമാന്റെ അമ്പലമാണെന്ന് തോന്നുന്നു. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അമ്പലം ഇവിടെ അടുത്തൊന്നും കാണുന്നില്ല കേട്ടോ, അങ്ങ് അകലേക്കാന്ന് തോന്നുന്നു, ദൂരേട്ടാന്ന് തോന്നുന്നു. നെൽക്കടല പാടങ്ങളാണ്. നിലക്കടലയും പരുത്തി പരുത്തി എന്നാ അവിടെ നിൽക്കുന്നുണ്ടോ? അത് ഇതില് നൂലിനെടുക്കുന്ന പഞ്ഞി പോലെ തന്നെ. അത് ശരി. പഞ്ഞിയുണ്ട്, ഇത് പരുത്തി വേറെ ഉണ്ട്. തമിഴ്നാട്ടിലുണ്ട്. അതെ, അത് കോട്ടൺ ബ്രാൻഡ് അല്ലേ ഇങ്ങനെ അല്ലേ? ആയിരിക്കും. ഇറങ്ങി നോക്കണം ഇനി എങ്ങനെയുണ്ട് ചാട്ടം. വണ്ടി ചാടിക്കാതെ കുലുക്കാതെ ഓടിക്കണം, കാല് വണ്ടി ആയതുകൊണ്ട്. നെയ്പരുവത്തിൽ അല്ല, റോഡിന് തന്നെ കുഴപ്പം. ഇവിടെ ഇടയ്ക്ക് ഇച്ചിരി മോശമൊക്കെ ഉണ്ട്, എന്നാലും ഇപ്പൊ ഇവിടെയൊക്കെ നല്ല റോഡാണല്ലോ. നല്ല റോഡിൽ കൂടെ അടുത്ത വഴി മോശം വഴിയാണ്. അതാ പറയുന്നത്, ബ്രേക്ക് ചവിട്ടുന്നതൊക്കെ നൈസായിട്ട് ചവിട്ടണം. വണ്ടി ഇരിക്കുന്ന ആൾക്കാർ അറിയരുത് ബ്രേക്ക് ചവിട്ടുന്ന, ഗിയർ മാറുന്ന, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നാ അത് ഡ്രൈവറുടെ കഴിവ് അങ്ങനെയൊക്കെ ഓടിക്കാന്നുള്ളത്. പിന്നെ അതെ, ഏതൊക്കെയായാലും ഇന്ന് ലോഡാകത്തില്ല. അപ്പം നമുക്കായാലും ഫുഡ് ഉണ്ടാക്കിയാലോ? ഇപ്പം നമ്മൾ അവിടെ നിർത്തിയപ്പോൾ ഒരാളോട് ചോദിച്ചപ്പോഴേ, ഒരു 6-7-8 കിലോമീറ്ററോട് ചെല്ലുമ്പം അവിടെ ഒരു ചെറിയ ടൗണുണ്ട്, അവിടെ എല്ലാ സാധനവും കിട്ടുമെന്നാണ് പറഞ്ഞു കേട്ടോ. ചിക്കനൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞത്. എന്നാ ഇന്ന് വെക്കുന്നത്? ചിക്കൻ വെക്കാല്ലേ? കഴിഞ്ഞ ദിവസം ദേശി ചിക്കൻ ആയിരുന്നു. അപ്പം ഇന്ന് എന്നാ വെക്കുന്നത്? ഇന്ന് അവിടെ തന്നെ ഉള്ളതെന്ന് നോക്കാം. നോക്കിയിട്ട് വെജ് വേണം, നോൺ വെജ് വേണം? നോൺ വെജ് മതിയില്ലേ? എന്നും വെജ് അല്ലേ? എന്നും വെജ് ആണ്. ഇന്നലെയൊക്കെ എന്നാ അവിടെ കിട്ടുന്നതെന്ന് നോക്കാം. നോക്കിയിട്ട് അങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കിയേക്കാം. ഈ പാലത്തിന് അടിയിൽ കൂടെ പോകും. എന്നിട്ട് അവിടെ കൊണ്ട് നിർത്തിയിട്ട് നോക്കാം. അവിടെ മാർക്കറ്റ് ഉണ്ടെന്നാണ് എന്തെങ്കിലും മേടിക്കാൻ പറ്റുമെന്ന് നോക്കാം, കിട്ടുമോന്ന് നോക്കാം. നമ്മളിപ്പോൾ രാജ്കോട്ടിന് പോകുന്ന വഴിക്കൊരു സർവീസ് റോഡിലേക്ക് വണ്ടി ഇറക്കി നിർത്തി. എവിടെയെങ്കിലും ഇവിടെ അടുത്തൊരു കടയുണ്ടെന്ന് പറഞ്ഞു. ഒരു അര കിലോമീറ്റർ പോകണമെന്നാണ് പറഞ്ഞത്. ചിക്കനൊക്കെ കിട്ടുന്ന കടയുണ്ടെന്ന് പറഞ്ഞു. അപ്പം അവിടേക്ക് ചേട്ടായി ചിക്കൻ മേടിക്കാൻ പോയിട്ടുണ്ട്. ഞങ്ങളിവിടെ വണ്ടിയിലിരിക്കുക. ഇതുകൊണ്ട് ഇവിടുത്തെ വീടൊക്കെ കണ്ടോ, ഓലയും പ്ലാസ്റ്റിക്കും ഒക്കെ വെച്ച് മറിച്ച്, കുറച്ച് ഈ ചൂലാന്ന് തോന്നുന്നു, ചിറ്റിയില്ലാന്ന് തോന്നുന്നു കണ്ടിട്ട്. ചീകിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ. കുറച്ച് അവിടെ ചീകി വെച്ചിട്ടുണ്ട് ചൂലിന് വേണ്ടിയിട്ട്. ആൾക്കാരുടെയൊക്കെ ജീവിതം കണ്ടോ? ചെറിയൊരു അമ്പലമുണ്ട്. ആൾക്കാരുടെയൊക്കെ ജീവിതങ്ങൾ കണ്ടോ, കഷ്ടമല്ലേ? അപ്പം നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടിരിക്കുന്നു. ഇനി നമ്മൾ ചിക്കൻ കറിയും ചോറും വെക്കാൻ പോവുകയാണ്. അളവൊന്നുമില്ല, കുപ്പി ഗ്ലാസ് അളക്കുന്നത്. കിട്ടിയ ഗ്ലാസ്സിന് അളന്നിടുക. ചിക്കൻ കട്ട് ചെയ്തോണ്ടിരിക്കുക. എനിക്ക് വലിയ കഷ്ണമായിട്ടിടുന്ന ഇഷ്ടമില്ല, ചെറുതായിട്ടിടുന്ന ഇഷ്ടം. പക്ഷെ എനിക്ക് എന്നാലേ ഇത് പെട്ടെന്ന് വേവും. ഇന്നത്തെ കുക്കിംഗ് സ്പെഷ്യലാട്ടോ. എന്ന് നമ്മൾ റോഡ് സൈഡിൽ വെച്ചാ കുക്ക് ചെയ്യുന്നത്. ഇന്ന് ഭയങ്കര കാറ്റാ, അതുകൊണ്ട് നമ്മൾ ഇന്ന് വണ്ടിയുടെ പ്ലാറ്റ്ഫോമിനകത്ത് വെച്ചാ കുക്ക് ചെയ്യുന്നത്. ഓക്കെ, അതെ അതെ. ചോറിപ്പോൾ ആവും, ചോറ് പെട്ടെന്നാവും. മട്ടൻ കറി വെക്കാൻ പഠിച്ചു, ഇനിയിപ്പോൾ ചിക്കൻ കറി വെക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ശനി മൊത്തം വീട്ടിൽക്കൂടെ കിട്ടുള്ളല്ലോ. ഇപ്പൊ ക്ലാസ് തുടങ്ങല്ലോ.
അപ്പോൾ പൊടിയിടാറായി. ഇൻഡാലിയത്തിൻ്റെ ചട്ടിയാണ്ട് എണ്ണ തെളിഞ്ഞ് വന്നേക്കുന്നുണ്ട്. ഇത്തവണ ഞാൻ ഇൻഡാലിയത്തിൻ്റെ ചട്ടിയൊക്കെ മേടിച്ചോണ്ടാ പോകുന്നത്. ഇൻഡാലിയത്തിൻ്റെ ആണല്ലോ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് നല്ലപോലെ വരത്തുള്ളൂ. ചിക്കൻ ഇടാറായി. വെള്ളമുണ്ട്. ഏതാ വെള്ളമുണ്ട്. വെള്ളം ഇതുണ്ടോ? കൂടുതലുണ്ട്. ചോറും ചിക്കൻ കറിയും റെഡി ആയിരിക്കുന്നു. വിശന്നിരിക്കുന്നോണ്ട് ഇച്ചിരി കാറ്റൊക്കെ വീശട്ടെ, തണുക്കട്ടെ വേഗം. അയ്യോ, ചാറ്. അപ്പൊ ഞങ്ങള് സ്റ്റാർട്ടിങ് നമുക്ക് തുടങ്ങാമത്തെ. വിശക്കുന്നിരിക്കുന്നോണ്ട് നല്ല ടേസ്റ്റ്. അല്ലെങ്കിൽ എന്റെ കറിക്ക് ടേസ്റ്റ് ഇല്ലെന്ന് തോന്നും. ഇവിടെയുള്ള ബൈക്കുകാരും അല്ല എനിക്കിട്ട് വല്ലതും തന്നെ എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് അങ്ങനെ പറയാം. ഓടി വന്നവരെ ഫ്രണ്ട് ഡോർ തുറന്നിട്ട് എനിക്കിട്ട് അടി തരുള്ളൂ. ആദ്യമേ ഫ്രണ്ട് ഡോർ തുറക്കുമ്പോഴേ ഉണ്ടല്ലോ അടിക്കാൻ വരുന്നവനുണ്ടല്ലോ ഒന്ന് പകച്ചു പോകും. അതുകൊണ്ട് അടിയൊന്നും കിട്ടുകയല്ല, പേടിക്കണ്ട. അങ്ങനെ ചോറ് വെച്ച് കഴിച്ചതിൻ്റെ അങ്ങനെ നമ്മൾ രാജ്കോട്ടൊക്കെ എടുക്കാറായി. ചോറൊക്കെ വെച്ച് പ്ലാറ്റ്ഫോമേ വെച്ച് ചോറൊക്കെ വെച്ച് കഴിച്ചു. കാറ്റ് കാരണം. നമ്മുടെ ഇന്നത്തെ യാത്രാവിശേഷങ്ങളൊന്നും തീർന്നിട്ടില്ല കേട്ടോ. അപ്പം ബാക്കി യാത്രാവിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.